അങ്ങനെ ഏറെ നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം ആപ്പിൾ iOS 16 ഒഫീഷ്യലി നമ്മുടെ ഡിവൈസുകളിൽ ലോഞ്ച് ചെയ്യാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ iOS 16 നിങ്ങളുടെ ഡിവൈസിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ചെയ്തിരിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ നടന്ന ആപ്പിളിൻ്റെ ആ ഒരു ഇവൻറ്റിൽ ആപ്പിൾ പറഞ്ഞ അല്ലെങ്കിൽ മെൻഷൻ ചെയ്തൊരു കാര്യമാണ് iOS 16 നമ്മുടെ ഡിവൈസുകളിൽ ഒഫീഷ്യലി റിലീസ് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ 12-ാം തീയതിയാണ്. അതായത് ഇന്ന് വൈകിട്ടത്തേക്ക് നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ക്യൂപ്പറ്റിനോ ടൈം അനുസരിച്ചാണ് ഈ ഒരു റിലീസ് നമുക്ക് നടക്കുന്നത്. യൂഷ്വലി എല്ലാ അപ്ഡേറ്റ്സും ആപ്പിൾ റിലീസ് ചെയ്യുന്നത് അവിടുത്തെ രാവിലത്തെ ടൈമിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയിൽ ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുന്നത് യൂഷ്വലി നമുക്ക് എല്ലാ അപ്ഡേറ്റ്സും ലഭിക്കുന്ന ആ ഒരു വൈകിട്ടൊരു 9 മണി അല്ലെങ്കിൽ 8:30 കഴിയുമ്പോഴുള്ള ടൈമിലാണ്. ആ ഒരു ടൈമിലേക്ക് തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേറ്റും പ്രതീക്ഷിക്കാനാണ്. ഇനി ഈ ഒരു അപ്ഡേറ്റ് ഏതൊക്കെ ഡിവൈസുകളിലേക്ക് സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യം നമുക്കിത് ജൂണിലാണ് ആപ്പിളിൻ്റെ WWDC നടന്നിരുന്നത്. ആ ഒരു ഇവൻറ്റിൽ വെച്ച് തന്നെയാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നതും അവിടെ ആ ഒരു ഡിവൈസുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകളുടെ ലിസ്റ്റും പറഞ്ഞിട്ടുള്ളതാണ്. അതായത് iPhone 8 മുതലുള്ള എല്ലാ ഡിവൈസുകളും അപ് ടു iPhone 13 Pro Max വരെയുള്ള കറൻ്റ്ലി അവൈലബിൾ ആകുന്ന എല്ലാ ഡിവൈസുകളിലും നമുക്ക് ഈ ഒരു iOS 16 സപ്പോർട്ടഡ് ആണ്. ദാറ്റ് മീൻസ് പ്രീവിയസ്ലി iOS 15 സപ്പോർട്ട് ചെയ്യുന്ന iPhone 6 iPhone 7 ആപ്പിൾ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി 5 ഡിവൈസുകളാണ് ഈ ഒരു അപ്ഡേറ്റിൽ നിന്ന് ഒഴിവാക്കുന്നത്. അതായത് iPhone 6s, iPhone SE, iPhone 6s Plus, അതോടൊപ്പം തന്നെ iPhone 7, 7 Plus, അങ്ങനെ ടോട്ടൽ 5 ഡിവൈസുകളാണ് ഈ ഒരു അപ്ഡേറ്റിൽ നിന്ന് ആപ്പിൾ ഒഴിവാക്കിയിരിക്കുന്നത്. പക്ഷേ ആ ഒരു ഡിവൈസുകൾ ഉപയോഗിക്കുന്നവർ പേടിക്കേണ്ട ആവശ്യമില്ല. യൂസേഴ്സിന് iOS 15.7 എന്ന് പറയുന്ന പുതിയൊരു അപ്ഡേറ്റും കൂടെ ആപ്പിൾ ഇന്ന് തന്നെ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ മൈനറായിട്ടുള്ള ബഗ് ഫിക്സ്, അതോടൊപ്പം തന്നെ നമ്മളുടെ പുതിയ എയർപോഡ്സ് പ്രോ 2nd ജനറേഷൻ ആപ്പിൾ ലോഞ്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഉള്ള സപ്പോർട്ടും കൂടെ ചേർത്തിട്ടാണ് കറൻ്റ്ലി ഇപ്പം 15.7 എന്ന് പറയുന്ന അപ്ഡേറ്റ് റിലീസ് കാൻഡിഡേറ്റ് വേർഷൻ ആപ്പിൾ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് iOS 15 ബേറ്റ ആണ് നിങ്ങൾ റൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബേറ്റ റൺ ചെയ്യുന്ന യൂസേഴ്സിന് ഈ ഒരു 15.7 എന്ന് പറയുന്ന അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ടാകും. ഇനി നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് വരുന്ന സമയത്ത് നമുക്കറിയാം സെറ്റിംഗ്സ് യൂഷ്വലി എല്ലാ അപ്ഡേറ്റ്സും വരുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേറ്റും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. സെറ്റിംഗ്സ്, ജനറൽസ്, അതിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുമ്പോൾ ഞാനിപ്പോൾ കറൻ്റ്ലി ഇതിൽ ബേറ്റ ആണ് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ബേറ്റ റൺ ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് iOS 16 ഏകദേശം വന്നേക്കുന്ന സൈസ് എന്ന് പറയുന്നത് 5GB അടുത്താണ്. അപ്പോൾ ഈ ഒരു സൈസിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഡിവൈസുകളിലും നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് വരാനുള്ള ചാൻസ്. ഇനി നിങ്ങളുടെ ഡിവൈസിൽ പബ്ലിക് ബേറ്റയോ അല്ലെങ്കിൽ ഡെവലപ്പർ ബേറ്റയാണോ നിങ്ങൾ റൺ ചെയ്യുന്നതെങ്കിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ് എങ്ങനെ എനിക്ക് iOS 16 ഒഫീഷ്യൽ റിലീസ് വരുമ്പം അത് ലഭിക്കും അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് നിങ്ങളിപ്പം ഡെവലപ്പർ ബേറ്റ ആണ് നിങ്ങൾ റൺ ചെയ്യുന്നെങ്കിൽ കഴിഞ്ഞ വീക്കിൽ നമുക്കറിയാം ആപ്പിളിൻ്റെ ഇവൻറ്റ് 7-ാം തീയതി നടന്ന ആപ്പിളിൻ്റെ ഇവൻറ്റ്. ആ ഒരു ഇവൻറ്റിന് ശേഷം നമ്മൾ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇവൻറ്റിൽ വെച്ച് നമുക്ക് RC അപ്ഡേറ്റ് iOS 16 RC വേർഷൻ അപ്ഡേറ്റ് ലഭിക്കാനുള്ള ചാൻസ്. ആ ഒരു ഇവൻറ്റിന് ശേഷം ആപ്പിൾ ഒരു ഡെവലപ്പർ ബേറ്റയുടെ RC റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡെവലപ്പർ ബേറ്റ റൺ ചെയ്തവർക്കറിയാം ആ ഒരു ഇവൻറ്റിന് ശേഷം ഇതുപോലൊരു അപ്ഡേറ്റ് അവരുടെ ഡിവൈസിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു അപ്ഡേറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെവലപ്പർ ബേറ്റ റൺ ചെയ്യുന്നവർ ആ ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇപ്പം കറൻ്റ്ലി ഉള്ളത് ഏറ്റവും ഫൈനൽ iOS 16 റിലീസ് അല്ലെങ്കിൽ അപ്ഡേറ്റിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ന് വരുന്ന ആ ഒരു അപ്ഡേറ്റ് ലഭിക്കത്തില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ആ ഒരു അപ്ഡേറ്റിൽ തന്നെയാണ് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് വരുന്ന ആ ഒരു അപ്ഡേറ്റ് ഡെവലപ്പർ ബേറ്റ റൺ ചെയ്യുന്ന യൂസേഴ്സിന് ലഭിക്കത്തില്ല. ഇനി നിങ്ങൾ കഴിഞ്ഞ അപ്ഡേറ്റ് സ്കിപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ പബ്ലിക് ബേറ്റ ടെസ്റ്റേഴ്സുമാണ് iOS 16 പബ്ലിക് ബേറ്റ യൂസേഴ്സും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ സെറ്റിങ്സിൽ പോവുക, ജനറൽസിൽ പോവുക, അതിൽ നമ്മളുടെ താഴേക്ക് പോകുമ്പം നമുക്കിവിടെ കാണാം VPN ആൻഡ് ഡിവൈസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതിലാണ് നമ്മൾ iOS 16 ബേറ്റ പ്രൊഫൈൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. നിങ്ങളിവിടെ പോയതിന് ശേഷം ഈ ഒരു പ്രൊഫൈലിൻ്റെ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. സിമ്പിളായിട്ട് ഈ ഒരു റിമൂവ് പ്രൊഫൈൽ ഓപ്ഷൻ ടാപ്പ് ചെയ്തിട്ട് ഈ ഒരു പ്രൊഫൈൽ ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രൊഫൈൽ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വൺസ് ആ ഒരു പ്രൊഫൈൽ നിങ്ങൾ റിമൂവ് ചെയ്തിട്ട് നിങ്ങളൊന്നും ചെയ്യില്ല, ജസ്റ്റ് ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു അപ്ഡേറ്റ് ഇന്ന് വന്നു കഴിയുമ്പം നിങ്ങൾ സെറ്റിംഗ്സ് ജനറൽസിൽ പോയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഓപ്ഷൻ ഓപ്പൺ ആയി കഴിയുമ്പം നിങ്ങൾക്ക് ഒഫീഷ്യൽ റിലീസ് ലഭിക്കുന്നതായിരിക്കും. ഇനി എല്ലാ വർഷവും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള മേജർ അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ മേജർ റിലീസുകൾ വരുമ്പം നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് ഇതിനെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഈ ഒരു സെറ്റിങ്സിനകത്ത് പോയിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഡയറക്റ്റ് ഇവിടുന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഞാനെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഇതുപോലുള്ള മേജർ അപ്ഡേറ്റ്സ് നമ്മൾ iTunes ഉപയോഗിച്ച്, അതായത് ലാപ്പും കമ്പ്യൂട്ടറും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി iTunes ഉപയോഗിച്ച് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്
ഏറ്റവും നല്ലത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഐട്യൂൺസ് ആകുമ്പം നമുക്ക് ഒരു ഫ്രഷ് ഇൻസ്റ്റാളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഐട്യൂൺസിലാണ് പോയി ഇത് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ആ ഒരു അപ്ഡേറ്റിൻ്റെ സൈസ് iOS 16ൻ്റെ ഫയൽ സൈസ് എന്ന് പറയുന്നത് ചിലപ്പം 6 to 8 GB വരെയൊക്കെ സൈസ് വരും. അതിൻ്റെ അർത്ഥം നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷൻ നമുക്ക് ഈ ഒരു അപ്ഡേറ്റിലൂടെ അല്ലെങ്കിൽ ഐട്യൂൺസ് വഴി ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിവൈസിലുള്ള കുറേ അധികം ബഗ്ഗുകൾ, ഇഷ്യൂസ്, പ്രോബ്ലംസ് അതൊക്കെ നമുക്കൊരു പരിധി വരെ നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ ഐട്യൂൺസോ ഐഫോണോ വഴി തന്നെയാണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നമ്മുടെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് അക്കൗണ്ടിൻ്റെ ഈ ഒരു ഓപ്ഷനിലേക്ക് പോവുക. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ഈ iCloud എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. അതിൽ പോയിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഡിവൈസിൻ്റെ ബാക്കപ്പ് ആദ്യം ചെയ്യുക. എസ്പെഷ്യലി നിങ്ങളുടെ വാട്സാപ്പ് അതുപോലുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് എസെൻഷ്യലായിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നിങ്ങൾ മസ്റ്റായിട്ടും ബാക്കപ്പ് ചെയ്യുക. ഇനി ബാക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം iCloudൽ നമുക്ക് ഫ്രീ ആയിട്ട് വരുന്നത് വെറും 5 GB ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ സ്റ്റോറേജ്, നിങ്ങൾക്ക് ലാപ്പോ കമ്പ്യൂട്ടറോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സ്റ്റോറേജ് വേണമെന്നുണ്ടെങ്കിൽ മാനേജ് സ്റ്റോറേജിൻ്റെ ഓപ്ഷനിൽ പോവുക. അതിൽ നമുക്ക് കൂടുതൽ സ്റ്റോറേജ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും iCloudന് വേണ്ടി. ഇനി ബാക്കപ്പ് ചെയ്യാൻ നമുക്ക് iCloudൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കമ്പ്യൂട്ടറോ ലാപ്പോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐട്യൂൺസിൽ നമ്മുടെ ഡിവൈസ് മാക്കിലേക്കോ അല്ലെങ്കിൽ വിൻഡോസിലേക്കോ നിങ്ങൾ ജസ്റ്റ് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഐട്യൂൺസ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം മാക്കിലാണെന്നുണ്ടെങ്കിൽ ഐട്യൂൺസിൻ്റെ ആവശ്യമില്ല. ആ ഒരു സൈഡ് ബാറിൽ തന്നെയാണ് നമ്മളുടെ ഐട്യൂൺസ് അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം വരുന്നത്. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, സെക്കൻഡ് ബാക്കപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അതിൽ iCloudലേക്ക് ഡയറക്റ്റ് ഇവിടം വഴി നമുക്ക് ബാക്കപ്പ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലോ ലാപ്പിലോ തന്നെ ബാക്കപ്പ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഈ സൈഡിൽ കാണുന്ന ബാക്കപ്പ് നൗ എന്ന് പറയുന്ന ആ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡിവൈസിലുള്ള സകല ഡേറ്റയും ബാക്കപ്പ് ആകുന്നതായിരിക്കും. വൺസ് ബാക്കപ്പ് എന്ന് പറഞ്ഞ പരിപാടി കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഏരിയയാണ് നമ്മളുടെ ഫോണിൻ്റെ സ്റ്റോറേജ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ നമുക്കിതൊരു മേജർ അപ്ഡേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോൺ വഴിയാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഡിവൈസിൽ മിനിമം ഒരു 10 GB എങ്കിലും സ്റ്റോറേജ് ഫ്രീ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ മിനിമം ഒരു 10 GB എങ്കിലും ഫ്രീ ആക്കണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡിവൈസ് സ്ലോ ആയിട്ടായിരിക്കും റൺ ചെയ്യുക. നമുക്കൊരു സ്ലോ മൊത്തത്തിലൊരു അനുഭവപ്പെടും. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവൈസ് സ്മൂത്തായിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും, ഇപ്പം മാത്രമല്ല എപ്പോഴും നിങ്ങളുടെ ഡിവൈസിൻ്റെ സ്റ്റോറേജ് ഒരു 10 GB ഒഴിവാക്കിയിടുക, ഫ്രീ ആക്കിയിടുക. മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക അതിൽ കൂടുതൽ ഒഴിവാക്കിയിടാൻ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സ്റ്റോറേജിൻ്റെ ഓപ്ഷനിലേക്ക് വന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാം ഇവിടെ സൈസ് അനുസരിച്ച് പല കാര്യങ്ങളും, ഇതിനകത്ത് അധികം ആപ്സ് ഇല്ല. അപ്പോൾ സൈസ് അനുസരിച്ച് നിങ്ങളുടെ ഫോണിനകത്ത് പല ആപ്ലിക്കേഷൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ തന്നെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിവൈസിൽ മിനിമം ഒരു 50% ബാറ്ററി മിച്ചം വേണം, എങ്കിലുള്ള നമുക്ക് അപ്ഡേറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർജിൽ കണക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാനാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡിവൈസ് വൈഫൈ ആയിട്ട് കണക്ട് ആയിരിക്കണം. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ നമുക്ക് സെല്ലുലാർ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള വൈഫൈ, ഹോട്ട്സ്പോട്ട് അല്ല വൈഫൈ തന്നെ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ iOS 16 ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you next video. Till then, peace.